പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് കർത്താവിന് മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കും. നല്ല സമയം പ്രിയമുള്ളവരെ, അഭിസംബോധനയും കർത്താവ് ഒരുക്കിയ വിലപ്പെട്ട അവസരങ്ങളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ആരാണോ നമ്മെ തകർക്കാൻ പദ്ധതിയിട്ടത്, ആരാണോ നമുക്കെതിരെ ആലോചനകൾ ഒരുക്കിയത്, കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കിയത്, അതിൻ്റെ എല്ലാം നടുവിൽ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി മൗനതയോടിരിക്കുന്ന ഒരു ക്രിസ്തു ഭക്തനെ സംബന്ധിച്ച് ദൈവം അവന് വേണ്ടി ഇടപെടുവാനിടയായിത്തീരും. വിശുദ്ധ വേദപുസ്തകം ദാനിയേലിൻ്റെ പുസ്തകം 3-ാം അധ്യായം 26-ാം വേദഭാഗം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു: നെബൂഖദ്നേസർ എരിയുന്ന തീച്ചൂളയുടെ വാതിൽക്കൽ അടുത്തു ചെന്ന് അത്യുന്നത ദൈവത്തിൻ്റെ ദാസന്മാരായ ശദ്രക്കെ, മേശക്കെ, അബേദ്നെഗോവേ, പുറത്തു വരുവീൻ എന്ന് കൽപ്പിച്ചു. അങ്ങനെ ശദ്രക്കും മേശകും അബേദ്നെഗോവും തീയിൽ നിന്ന് പുറത്തു വന്നു. കുറച്ച് മിനിറ്റുകൾക്ക് മുൻപേ, മണിക്കൂറുകൾക്ക് മുൻപേ അതേ രാജാവ്, നെബൂഖദ്നേസർ രാജാവ്, തീച്ചൂളയുടെ പതിവായി ചൂട് പിടിപ്പിക്കുന്നതിലും 7 മടങ്ങ് ചൂട് പിടിപ്പിച്ച് തീയുടെ അടുത്തുപോലും ചെന്നാൽ വെന്തുപോകുന്ന നിലയിലുള്ള പ്രതിസന്ധികൾ വർദ്ധിപ്പിച്ച് യഹോവയെ ആരാധിക്കുന്ന ബാലന്മാരെ തീച്ചൂളയിലേക്ക് എറിയുന്നൊരു കാഴ്ച, എറിയുന്ന ഒരു ഭാഗം വളരെ പരിചിതമാണ്. ദൈവത്തിന് സ്തോത്രം. അവിടുത്തെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്, എത്ര വലിയ പ്രതിസന്ധി ശത്രു ഒരുക്കിക്കോട്ടെ, എത്ര വലിയ കുരുക്കുകൾ ശത്രു ഒരുക്കിക്കോട്ടെ, അതിൻ്റെ നടുവിൽ സർവശക്തൻ ഇറങ്ങി വരുമെന്നുള്ളത് ഇന്ന് ഈ സമയം എൻ്റെ പ്രിയമുള്ളവരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് തരണം ചെയ്യാൻ കഴിയാത്ത, നമുക്ക് ഓവർകം ചെയ്യാൻ കഴിയാത്തൊരു വലിയ പ്രതിസന്ധികളായിരിക്കാം ഇപ്പോൾ നമ്മുടെ കുടുംബത്തിനകത്ത്, നമ്മുടെ പേഴ്സണൽ ലൈഫിനകത്ത് നിലനിൽക്കുന്നത്, മുൻപിൽ നിൽക്കുന്നത്. എത്രയോ വട്ടം നാം നമ്മോട് ചോദിച്ചു കാണും, ഇതെങ്ങനെ ഓവർകം ചെയ്യും, ഇതെങ്ങനെ ഓവർകം ചെയ്യാൻ കഴിയും, ഇവിടെയാണോ എൻ്റെ അവസാനം, ഇവിടെ അവസാനിച്ച് തീരുകയാണോ എന്നൊരു ചോദ്യം ഒരു പക്ഷേ ഉണ്ട്. എന്നാൽ ഇവിടെ ആ ബാലന്മാരെ ശ്രദ്ധിക്കുമ്പോൾ അവരുടെ ഒരു തീരുമാനം, രാജാവ് തീയുടെ ചൂള വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ 7 മടങ്ങൂടെ ചൂട് കൂട്ടുവാൻ പറയുമ്പോഴും അവർ എടുത്തൊരു തീരുമാനം, അവർ ദൈവസന്നിധിയിൽ എടുത്തൊരു തീരുമാനത്തിൽ തന്നെ നിലനിൽക്കുന്നൊരു അസാധാരണ കാഴ്ച അവിടെ കാണുന്നു. ദൈവത്തിന് സ്തോത്രം. അപേക്ഷിക്കുന്നവനെ ഉപേക്ഷിക്കാത്തൊരു നല്ല കർത്താവ്, പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ സന്ദേശം പറയുമ്പോഴും എനിക്കും നിങ്ങൾക്കും ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കണം. സ്തോത്രം. ഏതെങ്കിലും ഒരു പ്രതിസന്ധിയിൽ തള്ളിവിടുന്നവനല്ല നമ്മുടെ ദൈവം. പ്രതിസന്ധിയുണ്ടോ, ആ പ്രതിസന്ധിയിലും കരുതൽ എന്താണെന്നും വിടുതൽ എന്താണെന്നും തെളിയിക്കുന്നവനാണ്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം ഒന്ന് വർദ്ധിക്കുവാൻ, നമ്മുടെ വിശ്വാസത്തിൽ ഒന്നും കൂടെ നാം ഒന്ന് ഉറയ്ക്കുവാൻ തീരുമാനമെടുക്കണം. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നെബൂഖദ്നേസർ രാജാവാണ് അവരുടെ കൈകാലുകൾ ബന്ധിച്ച് തീച്ചൂളയിലേക്ക് ഇടാൻ കൽപ്പിച്ചത്. അതേ രാജാവിൻ്റെ അതേ നാവുകൊണ്ട് തന്നെ പറയുന്ന മറ്റൊരു പദമാണ് നാം വായിച്ച് കേട്ടത്: അത്യുന്നത ദൈവത്തിൻ്റെ ദാസന്മാരായ ശദ്രക്കെ, മേശക്കെ, അബേദ്നെഗോവേ എന്ന് പറഞ്ഞാൽ, ഞാൻ നിർത്തിയതോ ഞാനോ അല്ല വലിയത്, അത്യുന്നതനായൊരു ദൈവമുണ്ട് എന്ന് രാജാവിനെ കൊണ്ട് പറയിപ്പിക്കുന്നൊരു ദൈവത്തിൻ്റെ കരുതൽ, ദൈവത്തിൻ്റെ ശക്തി. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ താങ്കൾ അനുഭവിക്കുന്ന പല വിധത്തിൽ, നാനാവിധത്തിൽ പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ ഫേസ് ചെയ്യുന്നൊരു വ്യക്തിയായിരിക്കാം. എത്ര ഒഴിഞ്ഞു മാറിയിട്ടും, എത്ര പ്രാർത്ഥിച്ചിട്ടും ഉപവസിച്ചിട്ടും നമ്മളോടുള്ള എതിരുകളും നമ്മളോടുള്ള പോരാട്ടങ്ങളും വലിയവ വർദ്ധിച്ചു വരുന്നൊരു സമയത്തായിരിക്കാം ഒരു പക്ഷെങ്കിൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ നോക്കി ഞാൻ ഈ വചനാടിസ്ഥാനത്തിൽ കൈമാറാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിർത്തിയ ബിംബത്തെയാണ് അല്ലെങ്കിൽ എന്നെയാണ് ആരാധിക്കേണ്ടതെന്ന് സ്തോത്രം പറഞ്ഞ് രാജാവ് ഹല്ലേലൂയ മറ്റുള്ളവരുടെ വാക്ക് കേട്ട് പലതും ഒരുക്കുമ്പോൾ അവിടെ
അത്യുന്നതനായൊരു ദൈവമുണ്ടെന്ന് തെളിയിച്ചെടുക്കുവാൻ ദൈവം സന്നദ്ധനാണ്. ഇന്ന് പ്രിയപ്പെട്ടവരെ, തരണം ചെയ്യാത്ത പ്രതിസന്ധികൾ തരണം ചെയ്യാൻ കഴിയാതെ, ഓവർകം ചെയ്യാൻ കഴിയാതെ ഇവിടെ അവസാനിച്ചു പോകുന്നു, ഇവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് വീണ് പോകുകയാണല്ലോ എന്ന് ചിന്തിക്കുന്ന ഇടത്ത് ദൈവത്തിൻ്റെ ആത്മാ പറയുന്നു, ചില നമുക്കെതിരെ പ്രവർത്തിച്ച, നമുക്കെതിരെ നിന്ന, നമ്മളെ തകർക്കണമെന്ന് വെല്ലുവിളിച്ചവരെ കൊണ്ട് തന്നെ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസനാണെന്ന്, അത്യുന്നതനായ ദൈവത്തിൻ്റെ മക്കളാണെന്ന് പറയിക്കാൻ പോകുന്നു. വളരെ പ്രാർത്ഥനയോടെ, ദൈവാശ്രയ ബോധ്യത്തോടെ കർത്താവ് എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. അതേ, എനിക്ക് എതിര് നിന്നവരെ എനിക്ക് അനുകൂലിയാക്കി മാറ്റുന്ന, പ്രതികൂലങ്ങളെ അനുകൂലങ്ങളാക്കി മാറ്റുന്ന ഒരു ദൈവത്തിൻ്റെ കരം ചലിക്കുന്നു എന്ന് വിശ്വാസത്തോടെ, ദൈവാശ്രയ ബോധ്യത്തോടെ നമുക്ക് കർത്തൃസന്നിധിയിൽ മുന്നോട്ട് പോകാം. എരിയുന്ന തീച്ചൂളയായിരിക്കാം, വലിയ പ്രതിസന്ധി ആയിരിക്കാം മുന്നിലേക്ക് വരുന്നത്, അതിന് 7 മടങ്ങ് ചൂട് വർദ്ധിച്ചതായിരിക്കാം. എന്നാൽ ആ ചൂടൊന്നും ദൈവത്തിൻ്റെ ദാസന്മാരെ, ദൈവത്തിൻ്റെ മക്കളെ ബാധിക്കത്തില്ല.